നമസ്കാരം. തുടർച്ചയായ 2 ദിവസം ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും കഴിഞ്ഞ ദിവസം നിഫ്റ്റി 26,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തതോടുകൂടി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചെറിയ രീതിയിലെങ്കിലും ബിയറിഷായി മാറുകയും മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പ്രധാന എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം IT സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡിഫൻസ്, റിയാലിറ്റി തുടങ്ങിയ ഇൻഡെക്സുകൾ 2% ഇടിയുകയും ചെയ്തു. അതേസമയം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഏറെക്കുറെ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. S&P 1.6%, നാസ്ഡാക്ക് 2.7%, ഡോ ജോൺസ് 0.4% ഉയർന്നു. ഡിസംബർ മാസത്തിൽ വരുന്ന ഫെഡിൻ്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ തന്നെയാണ് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ വന്ന മൊമെൻറ്റം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലോബൽ ക്യൂസ് ഏറെക്കുറെ ഓക്കെയാണ്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസും ഏറെക്കുറെ സ്റ്റേബിളായി തുടരുന്നു. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ബിയറിഷ് ക്യാൻഡിലിന് 10-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. 25,950 എന്ന സപ്പോർട്ട് ഇന്നത്തെ ദിവസം നഷ്ടമാവുകയാണെങ്കിൽ 25,850, 700 തുടങ്ങിയ സോണുകളിലേക്ക് കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 26,050, 26,200 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയും ഫ്രഞ്ച് കമ്പനിയായ സാഫ്രോൺ ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയും ചേർന്ന് സ്മാർട്ട് പ്രിസിഷൻ ഗൈഡഡ് എയർ ടു ഗ്രൗണ്ട് വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് സെല്ലോ വേൾഡ് എന്ന കമ്പനി അതിൻ്റെ സ്റ്റേഷനറി ആൻഡ് റൈറ്റിംഗ് പ്രൊഡക്റ്റ് ബിസിനസ്സിലേക്ക് തിരികെ വരികയാണ്. ഇതിനു വേണ്ടി കമ്പനി ഒരു സീറോ റോയൽറ്റി എഗ്രിമെൻറ്റ്, അതായത് സ്റ്റേഷനറി ആൻഡ് റൈറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സീറോ റോയൽറ്റി എഗ്രിമെൻറ്റ് പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെല്ലോ വേൾഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കോൾ മെയിൻ അസോസിയേറ്റഡ് ട്രേഡേഴ്സുമായി കമ്പനി ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ഡയമണ്ട് പവർ ഇൻഫ്ര എന്ന കമ്പനിക്ക് 276 കോടി രൂപയുടെ ഓർഡർ അദാനി എനർജി സൊല്യൂഷൻസിൽ നിന്നും ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഇവിടെ AL-59 പവർ ആംപ്ലിഫയർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിക്ക് 73 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സൂര്യ റോഷ്നി ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സൂര്യ റോഷ്നി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് സ്പൈറൽ പൈപ്പ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 105 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഐറിസ് ലൈഫ് സയൻസ് എന്ന കമ്പനി സ്വിസ് പാരൻറ്റൽസ് എന്ന കമ്പനിയുടെ 30% സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഡിഫൻസ് സെക്ടറിലെ പാരസ് ഡിഫൻസ് എന്ന കമ്പനി ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെൻറ്ററുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൊമേഴ്സ്യൽ ഗ്രേഡ് MRI മാഗ്നറ്റ് സിസ്റ്റം ഫോർ ഇൻഡിജീനിയസ് മാനുഫാക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഡീലിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് എന്ന സ്റ്റോക്കാണ്. ഈ കമ്പനിയുടെ 2026 വർഷത്തിലേക്കുള്ള റവന്യൂ ഗൈഡൻസ് 30 മുതൽ 35% കമ്പനി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. LIC കഴിഞ്ഞ ദിവസം വോൾട്ടാസിൻ്റെ 2% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും വോൾട്ടാസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5% നിന്നും 7% ഉയർത്തുകയും ചെയ്തു. ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് സോളക്സ് എനർജിയാണ്. സോളക്സ് എനർജി 2.2 ഗിഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ സൂറത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മെഗല്ലനിക് ക്ലൗഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും ക്രൂ വോയിസ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 6 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ MSI ഇൻഡെക്സ് റീജിക്കിൻ്റെ ഭാഗമായി ഓറിയൻ്റ് ഇലക്ട്രിക്, റെയിൻ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റേക്ക് ഓഫ്ലോഡിംഗ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ MSI എമർജിംഗ് മാർക്കറ്റ് ETF റെയിൻ ഇൻഡസ്ട്രീസിൻ്റെ 17.83 ലക്ഷം ഷെയറുകളും ഓറിയൻ്റ് ഇലക്ട്രിക്കലിൻ്റെ 12.63 ലക്ഷം ഷെയറുകളും ഓഫ്ലോഡ് ചെയ്തേക്കും.
അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ശ്രീ അധികാരി ബ്രദേഴ്സ് എന്ന സ്റ്റോക്കാണ്. കമ്പനി അക്വിലോൺ നെക്സസ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നുണ്ട്. അക്വിലോൺ നെക്സസ് എന്ന കമ്പനി തെലങ്കാനയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഗ്രീൻ ഡാറ്റ സെൻറ്റർ ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യാൻ പ്ലാനുള്ള കമ്പനിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്